അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പഠിക്കാൻ നാറ്റ്പാക് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചു. പെരിന്തൽമണ്ണ ടൗണുകളിലെ വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചാണ് സർവേ നടത്തുന്നത്. CCTV ഉപയോഗിച്ച് നടക്കുന്ന സർവേയും റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേ, റോഡ് ഇൻവെന്ററി സർവേ തുടങ്ങിയ സർവേകളാണ് ഏജൻസി നടപ്പിലാക്കുന്നത്. ഇതിപ്പോൾ പ്രധാനമായിട്ടും അങ്ങാടിപ്പുറം നഗരത്തിലെ ഒരു ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് MLA നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സർവേ നടത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ നമ്മളതിനൊരു ക്ലാസിഫൈഡ് ട്രാഫിക് വോളിയം കൊണ്ടെന്ന് പറയും. അതായത് അതിലൂടെ പോകുന്ന പല ഡയറക്ഷനുകളിലേക്ക് പോകുന്ന വണ്ടികളുടെ എണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്. അത് 48 മണിക്കൂറാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി എടുക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ പോലീസിൻ്റെ ക്യാമറ, അതുപോലെ പിന്നെ നമ്മുടെ ഒരു അമ്പലത്തിന് ഞങ്ങളോട് സഹകരിക്കാനുണ്ട്, അവരുടെ ക്യാമറയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ വിഷ്വൽസ് എടുക്കുന്നത്. അതിൽ നമുക്ക് ഓരോ ഡയറക്ഷനിലേക്കും പോകുന്ന 48 മണിക്കൂറിൽ പോകുന്ന വണ്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര കാറുകൾ, എത്ര ടൂ വീലേഴ്സ് ഉണ്ട്, എത്ര ട്രക്കുകൾ, അങ്ങനെ നമുക്കൊരു ക്ലാസിഫൈഡ് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കൂടാതെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഫീൽഡിൽ നമ്മൾ ചെയ്യുന്നൊരു സർവേ ആണ്, ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ എന്ന് പറയും. ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2 ലൊക്കേഷനിലാണ് ചെയ്യുന്നത്. ഒന്ന് ഇവിടെ ഈ ലൊക്കേഷനിൽ, അതായത് നമ്മുടെ ഈ ജൂബിലി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നു. അതായത് റോഡിൻ്റെ 2 വശങ്ങൾ, ഒന്ന് ഇവിടെ കാണാം, ഒന്ന് അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്ന് 16 മണിക്കൂർ നമ്മൾ ചെയ്യും. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചില വാഹനങ്ങൾ നമ്മൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി തടഞ്ഞു നിർത്തി അവരെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതായത് അവരെവിടെ നിന്നാണ് വരുന്നത്, അതായത് അവരുടെ ഒറിജിൻ എന്താണ്, ഡെസ്റ്റിനേഷൻ എന്താണ്. ഇപ്പോൾ അവർക്ക് ആ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ അവർക്ക് പല മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ പാത്ത് ഏതാണ്, ഏത് റൂട്ടിലാണ് അവർ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ അവരുടെ ഒരു ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻ്റ് ഡെയിലി ട്രാവൽ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ പിന്നെ മാസത്തിൽ ഒരിക്കൽ വരുന്നവരാണോ, ആ രീതിയിൽ അവരുടെ ട്രിപ്പ് പർപ്പസ് എന്താണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ വർക്ക് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് കാര്യങ്ങൾക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, അങ്ങനെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അവരുടെ നമ്മൾ കളക്ട് ചെയ്യും. ഇതുപോലെ തന്നെ പാസഞ്ചർ വാഹനങ്ങളും ഗുഡ്സ് വാഹനങ്ങളും 2 വാഹനങ്ങളും നമ്മൾ ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ ഇന്ന സർവേ നമ്മൾ ഈ പറയുന്ന പോലെ ഈ പോയിന്റിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സർവേക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്ന എന്യൂമറേറ്റേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെയുള്ളത് പെരിന്തൽമണ്ണ പോളിടെക്നിക്കിലെ കുട്ടികളാണ്, 3ാം വർഷ വിദ്യാർത്ഥികളാണ്, സിവിൽ ആണ് കൂടുതലുള്ളത്. ഇനി നാളെ നമ്മൾ ഈ സർവേ ചെയ്യാൻ പോകുന്നത് ഒരാടം പാലത്തിന്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ സർവേ ചെയ്യുന്നത്. മങ്കട മണ്ഡലത്തിലെ പ്രധാന ടൗണുകളിലൊന്നാണ് അങ്ങാടിപ്പുറം. ഗതാഗതക്കുരുക്ക് മൂലം പ്രയാസമനുഭവിക്കുന്ന അങ്ങാടിപ്പുറം ടൗണിൽ ഗതാഗതക്കുരുക്ക് പഠിക്കുവാൻ നാറ്റ്പാക് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളി, ശനി എന്നീ 2 ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ ആദ്യ ദിനത്തെ പരിശോധനയാണ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം PWD മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മീറ്റിംഗിൽ മങ്കട MLA മഞ്ഞളാംകുഴിയലി പഠനം നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ എന്നീ ടൗണുകളിലെ വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചാണ് സർവേ നടത്തുക. അങ്ങാടിപ്പുറം ടൗൺ, തിരുമാന്താംകുന്ന് ജംഗ്ഷൻ, പെരിന്തൽമണ്ണ ടൗൺ, ജൂബിലി ജംഗ്ഷൻ, ബൈപ്പാസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വെള്ളി, ശനി എന്നീ 2 ദിവസങ്ങളിലായി രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സർവേ നടക്കുക. CCTV ഉപയോഗിച്ച് നടക്കുന്ന സർവേയും റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേയും റോഡ് ഇൻവെന്ററി സർവേ എന്നീ സർവേകളാണ് ഏജൻസി നടപ്പിലാക്കുന്നത്. സർവേയിൽ പാലക്കാട്, തൃശൂർ, ചെർപ്പുളശ്ശേരി, നിലമ്പൂർ, മലപ്പുറം, മഞ്ചേരി, വളാഞ്ചേരി, കോട്ടയ്ക്കൽ എന്നീ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പെട്ടെന്നെത്തിപ്പെടുന്നതിനുള്ള മാർഗങ്ങളാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർമാർക്കറ്റ്, exceeding expectations. Atlas Fashion, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.